ഹായ് ഗായ്സ്, മല്ലു കോമിക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബ്ലോഗിന്റെ വീഡിയോ അടിപൊളിയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടോ ആ കന്തം വിട്ടുപോയി. ആൻഡ് ഇപ്പോൾ നിയോ ഇഗോയിസ്റ്റിക്കിൽ ഓൾറെഡി നമ്മുടെ മാങ്കയിൽ അവസാനിച്ചിട്ടുണ്ട്, മാങ്ക തീർന്നിട്ടുണ്ട് നിയോ ഇഗോയിസ്റ്റിക് ലീഗിന്റെ. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ അത് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. അതായത് ഞാൻ അതിന്റെ ലിങ്ക് അതിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വരിക. കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഞാൻ അപ്പോഴാണ് തുടങ്ങിയത്, അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് റിന്നിന്റെ ഗോൾ കാണിച്ചിട്ടായിരുന്നു. റിന്നിന്റെ ഗോളോട് കൂടിയിട്ട് രണ്ട് ടീമും 2-2 എന്നുള്ള നിലയിൽ ഡ്രോ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിന്നിന്റെ ഗോൾ കാണിച്ചതിന് ശേഷം ഓഡിയൻസ് ആ ഗോൾ എങ്ങനെ ഏറ്റെടുക്കുന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓഡിയൻസ് ഒക്കെ ആകെ എക്സൈറ്റഡ് ആണ്. ആൻഡ് ഇതിന് ശേഷം ചാൾസ്, ഇവന് റിന്നിന് അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിൽ പോലും, എപ്പോഴും ഷിഡോക്കാണ് പാസ് ഇടുന്നതിൽ പോലെങ്കിലും ഈ ഗോൾ കണ്ടിട്ട് അവൻ ആകെ എക്സൈറ്റഡ് ആവുന്നുണ്ട് ആൻഡ് ഇംപ്രസ് ആവുന്നുണ്ട്. കാരണം ഈ ഗോൾ അത്രയ്ക്ക് ഇമ്പോസിബിൾ ആയിരുന്നു അടിക്കാൻ. അങ്ങനെ ഈ ഗോൾ കണ്ടിട്ട് ചാൾസ് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിട്ട് റിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്കിതിന്റെ ഐലാഷസ് തീരെ ഇഷ്ടമല്ല, പക്ഷെ ഈ ഗോള് അതൊരു ഉഗ്രം ഗോളായിരുന്നു പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ നിൽക്കുന്നില്ല, ഷീഡോ ഈ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, ചാൾസ് ഇനി നിനക്ക് തീരുമാനിക്കുക ആർക്ക് പാസ് ചെയ്യണമെന്ന്. അതായത് ഞങ്ങൾ തമ്മിൽ ആരാണോ ഇനി നന്നായിട്ട് കളിക്കുന്നത്, നിനക്ക് ആരാണോ നല്ല പോലെ കളിക്കുന്നത് തോന്നണേ അയാൾക്ക് നീ എന്തായാലും പാസ് ചെയ്യണമെന്ന് ഷീഡോ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ചാൾസും ഹാപ്പി. അങ്ങനെ ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ഒരാൾ മാത്രം ഇരുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇസാഗി ആകെ ഇരുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലൊരു ഗോൾ അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവന്റെ മുന്നിൽ കൂടെയാണ് റിന് ചാടി ഗോൾ അടിച്ച്, പിന്നിലൂടെ ഷിഡോ വരുന്നുണ്ടായിരുന്നു, അവൻ മുന്നിലൂടെ ഓടുന്നുണ്ടായിരുന്നു, എന്നിട്ടും റിന് അത് ഗോൾ അടിച്ചു. അങ്ങനെ ഇതാലോചിച്ചിട്ട് ഇസാഗി ആകെ ഇരുട്ടിലൂടെ പോയി. ഇത് മാത്രമല്ല അവനെ ഇരട്ടിക്കൊണ്ടിരുന്ന കാര്യം, അവൻ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്തു. ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസാഗിക്ക് ഒരു അനലൈസ് ഉണ്ടല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും ഗോൾ അനലൈസ് ചെയ്യുന്നു. ബട്ട് ഈ ഗോൾ അടിച്ചതിന് ശേഷം റിന് താഴെ വീണ് റിന്റെ മൂക്ക് പൊട്ടുന്നുണ്ട്. ആ റിന്റെ മൂക്ക് പൊട്ടിയതിനു ശേഷം റിന് പറയുന്നുണ്ട്, ദിസ് ഫീൽസ് ഫക്കിംഗ് ഇൻക്രെഡിബിൾ. ഈ സെയിം കാര്യം സീസൺ 1 ഇസാഗി പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഇസാഗി കേൾക്കുന്ന റിന് പറയുന്നത്. അങ്ങനെ ഈ ഡയലോഗ് അന്ന് ഇസാഗി പറഞ്ഞതിന് ശേഷമാണ് ഇസാഗിക്ക് അങ്ങനെ ഒരു അവേക്കനിങ് ഉണ്ടാകുന്നത്, ഇസാഗി നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ റിന്നി ഡയലോഗ് പറയുന്നു. അപ്പോൾ റിന്നി എങ്ങനെ കളിക്കും അറിയില്ല. ആൻഡ് ദ തിങ് ഈസ്, റിന്നിനും ഈ കാര്യം മനസ്സിലായി. റിന്നിനും അവന്റെ ടാലന്റ് എന്താ, അവൻ എത്ര ദൂരം, എത്ര മുന്നോട്ട്, എത്ര നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുള്ള കാര്യം റിന്നിന് മനസ്സിലായി. അങ്ങനെ റിന്നിന്റെ അവേക്കനിങ് അവിടെ ഉണ്ടാവുകയാണ്. ആൻഡ് ഇതിനുശേഷം നമ്മുടെ ടീമിൽ ക്യാമിയോസ് വരാൻ പോവാണ്. അതായത് ഈ ഗോൾ കണ്ടതിന് ശേഷം ലോക്കിക്ക് ആകെ എക്സൈറ്റഡ് ആയിട്ട് ലോക്കി കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ലോക്കി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കണ്ടിട്ട് അപ്പുറത്ത് നിൽക്കുന്ന മാസ്റ്റർ ഇറങ്ങേണ്ടി വരും. കാരണം ഒരു ടീമിൽ ഒരു മാസ്റ്റർ കളിക്കുമ്പോൾ അപ്പുറത്തെ ടീമിൽ മാസ്റ്ററും വേണ്ടേ, അതാണല്ലോ ടാലി. അങ്ങനെ അത് കണ്ടിട്ട് നോവക്ക് ഒട്ടും ഇഷ്ടമല്ല കളിക്കാൻ ഇതിനോടൊപ്പം. പക്ഷെ നോവ വീണ്ടും ഇറങ്ങുന്നു. രണ്ടുപേരും കൂടി ഫീൽഡിലോട്ട് പോകുന്നു. രണ്ടുപേരും കൂടി 3 മിനിറ്റ് എന്ത് കാണിക്കാൻ പോകുന്നല്ലേ ആലോചിക്കുന്നത്, പറഞ്ഞുതരാം. ആൻഡ് നോവ ഇറങ്ങുന്ന സമയത്ത് നോവ ഒറ്റയ്ക്കല്ല ഇറങ്ങുന്നത്, നോവ ഇഗരാഷിയും കൂടി ഇറങ്ങുന്നത്. അതായത് ആ മറ്റേ ഒരു ഇത്തിരി മൊട്ടയ്ക്ക് കളിച്ചൊരു പ്ലെയർ ഇല്ല ഫസ്റ്റ് സീസൺ 1, അവനെയും കൂട്ടി ഇറങ്ങുന്നു. കുറോണയും കുനിഗാമിയും തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ കുറോണയും കുനിഗാമിയും തിരിച്ചു വിളിച്ചിട്ട് ഇഗരാഷിയും നോവയും കൂടി ഫീൽഡിലോട്ട് ഇറങ്ങുന്നു. അപ്പുറത്ത് ലോക്കി ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ ഗുഡ് തിങ് ഈസ്, ഇഗരാഷി ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം ഇഗരാഷി ഫസ്റ്റ് ടൈമാണ് നിയോ ഇഗോയിസ്റ്റിക് ലീഗിൽ കളിക്കുന്നത്. അങ്ങനെ ഇഗരാഷി ഭയങ്കരമായിട്ട് ഹാപ്പി. ഇതിന് ശേഷം ഒന്നാമത് അവേക്കണായിട്ട് നിൽക്കുന്ന റിന്റെ അടുത്ത് ഇസാഗി കയറി ചൊറിയുന്നത്. ഇസാഗി പറയുന്നത്, നിന്നെ ഞാൻ തകർക്കാൻ പോവാടാ, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് നിന്നെ ഞാൻ എതിരാളിയായിട്ട് തിരഞ്ഞെടുത്തതിന്, പക്ഷെ നിന്നെ ഞാൻ തകർക്കൂടാന്ന് പറഞ്ഞിട്ടൊരു ഡീമൺ ഇസാഗിനെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതൊരു ഫുട്ബോൾ മാങ്കയാണോ അതോ വേറെന്തോ ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈഗോനെ കാണിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ അസിസ്റ്റന്റ് മാഡം പറയുന്നുണ്ട്, ഈ വ്യൂവർഷിപ്പ് എന്തായാലും ഇന്ന് ആകാശം മുട്ടും, അത്രയും പേരാണ് ഈ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. കാരണം എന്താ, ജൂലിയൻ ലോക്കി നോവ എല്ലാം കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട് ഈഗോ ചിമ്പാൻസി ഭയങ്കരമായിട്ട് ഹാപ്പി. കാരണം അവന്റെ ഐഡിയാസിലൂടെ അവൻ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ വിചാരിച്ചത് അതുപോലെ മാത്രമേ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാച്ച്. ആൻഡ് ഡീമണായിട്ട് നിൽക്കുന്ന ഇസാക്കി പെട്ടെന്ന് തന്നെ പന്തെടുത്തിട്ട് മുന്നോട്ട് ഓടുന്നുണ്ട്. അങ്ങനെ നോവയും കളിക്കുന്നുണ്ടല്ലോ, അപ്പൊ നോവക്ക് പാസ് ചെയ്തിട്ട് ഇസാക്കി ഒരു ജീനിയസ് ആണെന്നുള്ള കാര്യം ഇസാക്കിക്ക് തെളിയിക്കാന്നല്ല ഇസാക്കി വിചാരിച്ചിട്ട് നോവയ്ക്ക് പാസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ഇസാക്കി ഇങ്ങനെ ചിന്തിക്കണതാണ് ഇസാക്കിയുടെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ ഇസാക്കി പോയി പെട്ടെന്ന് തന്നെ പന്ത് കാണാതാവും. ജൂനിയർ ലോക്കി പന്ത് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടായിരിക്കും. അങ്ങനെ ഇസാഗിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഭയങ്കരമായിട്ട് സ്ലോ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതുകൂടെ പറയുന്നുണ്ട്, നീ ഇത്രയ്ക്കും സ്ലോ ആണ്, ആരാണോ ഏറ്റവും കൂടുതൽ സ്ലോ ആയിട്ടിരിക്കുന്നത് അയാൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോടാന്ന് പറയുന്നുണ്ട്. ലോക്കി സ്കൂളിലോട്ടൊന്നും പോയിട്ടില്ല തോന്നണം, ആമയുടെ മോളിന്റെ കഥ ഒന്നും അറിയുന്നില്ല തോന്നണം. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയില്ലല്ലോ.
ഓക്കെ, അത് വിടാം. അങ്ങനെ ഇങ്ങനെ പന്തെടുത്ത് പോകുന്ന ലോക്കി കണ്ടിട്ട് എല്ലാവരും കണ്ണ് മേടിച്ച് നിൽക്കുകയാണ്, ഈവൻ ഇസാഗി ഉൾപ്പെടെ. അങ്ങനെ പന്ത് കിട്ടിയ ജൂലിയൻ ലോക്കി ഒരു ഡ്രിബിൾ ഇല്ല, ഒരു കട്ടിങ് ഇല്ല, ഒന്നുമില്ല. പന്ത് കിട്ടി കാലുമ്പോൾ കിട്ടിയ ഒരൊറ്റ ഓട്ടം ഗോഡ് സ്പീഡിൽ. അങ്ങനെ ഗോഡ് സ്പീഡിൽ ഓടിയിട്ട് അത് അവിടുന്ന് റിനിന് പാസ് കൊടുക്കുകയാണ്. ആ പാസ് കൊടുത്തതിന് ശേഷം റിനിനോട് പറയുന്നുണ്ട് ഗോൾ അടിക്കടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും നാൾ എല്ലാ പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്തിട്ടും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടെല്ലാം കളിച്ചിട്ടും ഇസാഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലോക്കിയുടെ ഈ സ്പീഡിന് മുന്നിൽ. കാരണം അവന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്താണ് ലോക്കിയുടെ സ്പീഡ്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇസാഗിക്ക് തോന്നുന്നുണ്ട് ഇസാഗി തോൽക്കാൻ പോവാണെന്നെല്ലാം ഇസാഗിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റായിട്ട് ഇഗരാശി റിനിന്റെ ബാക്കിലൂടെ വരുന്നു. അതിന്റെ പന്ത് ടാക്കിൾ ചെയ്യാൻ നോക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെ വീഴുന്നു. അതായത് ഇഗരാശി വീഴുന്നു, ഫൗള് വിളിക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ അപ്പോൾ അവിടെ ഉണ്ടായെന്ന്. അതിന്റെ ഫൗള് വിളിച്ചത് കേട്ടപ്പോൾ തന്നെ റിന്ന ആകായിട്ട് എന്തോ അതിശയിച്ചു പോയി. കാരണം അവൻ ഫൗള് വെച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഈ ഫൗള് കിട്ടിയത് കാണുന്ന ഇഗരാശി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം ഇഗരാശി ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നോക്ക് ഓൾറെഡി ഇഗരാശിയുടെ എബിലിറ്റീസ് അറിയായിരുന്നു. ഇഗരാശിക്ക് വേറൊരു പ്ലെയറിനെ കൊണ്ട് അവനെ ഫൗൾ വെപ്പിക്കാന്നുള്ള കാര്യം നോക്ക് അറിയായിരുന്നു. ഇതിങ്ങനെ ഒരു എബിലിറ്റിയുള്ള കാര്യം നോക്ക് അറിയായിരുന്നു. അങ്ങനെ ഓൾറെഡി റെക്ലെസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന റിനിനെ കൊണ്ട് ഇവനെ ഫൗൾ വെപ്പിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അവനെ നോവ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നോവ അവനോട് പറയുന്നുണ്ട് ഗുഡ് തിങ്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ ഫൗളിന് ശേഷം പതിയെ മാച്ച് റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെ മാച്ച് റീസ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇസാഗി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന കാണിക്കുന്നുണ്ട് റിനിനെ പറ്റിയിട്ട്. അതായത് കാര്യമൊന്നുമില്ല വല്ലാണ്ട്. അങ്ങനെ മാച്ച് റീസ്റ്റാർട്ട് ആവുന്നു. നോവ പന്തെടുത്ത് പോകുന്നു. പക്ഷെ നോവനെ അത് തടുക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഷീഡോ വരുന്നു. അങ്ങനെ ഷീഡോ വരുമ്പോൾ തന്നെ നോവ പന്തെടുത്തിട്ട് കൈസറിന് പാസ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പ്ലെയറിനെയും തള്ളി മാറ്റിയിട്ട് നോവ മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൈസർ തിരിച്ച് പാസ് നോവക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവർ 1-on-1 കളിച്ചു പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ 1-on-1 കളിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇസാഗി വരും. അങ്ങനെ ഇസാഗിക്ക് ഈ ഒരു വിചാരമുണ്ട് നോവ അവന് പാസ് കൊടുക്കും, അവനെ പ്രയോറിറ്റൈസ് ചെയ്യും. ഇസാഗി അതായത് സ്പോട്ട്ലൈറ്റ് ഹിറ്റർ അല്ലേ. പക്ഷെ നോവയുടെ ഇന്റൻഷൻ തന്നെ വേറെ ആയിരുന്നു. നോവ ഒരു ലോങ് പാസ് കൈസറിന് തന്നെ കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് നോവയുടെ ശരിക്കുള്ള ഇന്റൻഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുക. എന്തിനാണ് നോവ ഇതുപോലൊരു ചെറിയ ലീഗ്, അതായത് ന്യൂ ഈഗോസ്റ്റിക് ലീഗിൽ വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് കൈസറിനെ അവേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കൈസറിനെ അവേക്കൺ ചെയ്തിട്ട് കൈസറിനെ ഒരു എതിരാളിയാക്കി മാറ്റണം. അതിനുശേഷം അവനെ തോൽപ്പിച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ് ആവണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റിലാണ് നോവ വന്നേക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം നോവ സീരിയസ് ആയിട്ട് കളിക്കാൻ തുടങ്ങുന്നത്. നോവ സീരിയസ് ആയിട്ട് കളിക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് എതിർ ടീമിലുള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും അന്താളിച്ച് നിൽക്കുന്നത്. അതിന് ഫൗൾ ചെയ്ത് വീഴ്ത്തുക എന്നല്ലാണ്ട് PXCയുടെ പ്ലേയേഴ്സിന് ഒന്നും അറിയത്തില്ല നോവനെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നിട്ട് ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. അങ്ങനെ ഈ ഫൗൾ വെച്ചത് കാരണം തോക്കിമിസിന് യെല്ലോ കാർഡ് കിട്ടുന്നു. പക്ഷേ ഒരാളെ ഓൾറെഡി ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസാഗി. കാരണം കൈസറിനെ അവേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോവ ഇസാഗിയെ യൂസ് ചെയ്യായിരുന്നു എന്നുള്ളൊരു മൈൻഡിലോട്ട് ഇസാഗി പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ ഐഡലായിട്ട് അത്രയും നിങ്ങളുടെ മനസ്സിൽ ആരാധിക്കുന്ന ഒരാൾ നിങ്ങളെ യൂസ് ചെയ്യുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും. അത് കാരണം തന്നെ ഇസാഗി ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം കൈസറും. ആൻഡ് ടോക്കിമിറ്റ്സ് വെച്ച ഫൗളിനെതിരായിട്ട് ബാസ്റ്റർ മോഷന് ഒരു ഫ്രീ കിക്ക് കിട്ടുകയാണ്. നോവ നേരെ പന്ത് കൈസറിന് എടുത്തിട്ട് നിന്റെ കൈസർ ഇമ്പാക്ട് യൂസ് ചെയ്തിട്ട് ഗോൾ അടിക്കടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൈസർ തിരിച്ച് നോവയോട് ചോദിക്കും, നീ പറയുന്നത് സത്യമാണോ? നീ എന്റെ ഇമ്പാക്ട് എന്നെ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇസാഗിയെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോവ പറയുന്നുണ്ട് അതെ ശരിയാണ്. അപ്പൊ വീണ്ടും കൈസർ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ വേൾഡിലെ നമ്പർ 1 പ്ലെയറിന് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ വേറൊരാളെ യൂസ് ചെയ്യാൻ? അപ്പോൾ നോവ ചോദിക്കുന്നുണ്ട് നമ്പർ 1 അത് വേറൊരു ടൈറ്റിലല്ലേ, ഈ ലോകം എനിക്കുന്ന ടൈറ്റിലാണത്, ഞാൻ എടുത്തതല്ല. എനിക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഒരു പ്ലെയർ ശരിയായ രീതിക്ക് ലോജിക്കലി യൂസ് ചെയ്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര മുന്നോട്ട് പോവാം, ആരായി തീരാന്ന് എനിക്ക് ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇപ്പം നോവയുടെ ഈ പൊസിഷൻ ഒരു എതിരാളിയുണ്ട്, വേറെ ആരുമല്ല, ജൂലിയൻ ലോക്കി, ദ സ്പീഡസ്റ്റ്. ആൻഡ് നോവ കൈസറിനോട് ഇത് പറയുന്നുണ്ട്, നീ അവനായിട്ട് എതിരാളിയായിട്ട് നിൽക്കുക, നീ ലോക്കിയെ തോൽപ്പിക്കുക, ലോക്കിയുടെ കൂടെ ട്രെയിൻ ചെയ്യുക, ലോക്കിയെ നീ പഠിക്കുക, അതിനുശേഷം നീ എൻ്റെ അടുത്ത് വാ. ഇൻഡയറക്റ്റ് ആയിട്ട് നോവ പറയാ കൈസർ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ലോക്കിയേക്കാൾ നന്നായിട്ട് കളിക്കുക എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഈ പോയിന്റ് ഓഫ് ടൈമിൽ കൈസറിന് മനസ്സിലാവുന്നുണ്ട് ഈ വേൾഡ് നമ്പർ 1 പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ എന്നല്ല, നന്നായിട്ട് കളിക്കുകയും ചെയ്യും, ഒപ്പം തന്നെ ഏറ്റവും നന്നായിട്ട് ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. ആൻഡ് ഇതിനു ശേഷം കൈസർ ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഇസാഗി ഗസ് എന്നതും കാണിക്കുന്നുണ്ട്. ഇവനിപ്പോൾ എവിടെ ആയിരിക്കും അടിക്കാൻ പോവാ, ലെഫ്റ്റ് കോർണർ ഓർ റൈറ്റ് കോർണർ? എങ്ങനെ എനിക്ക് ഈ ഗോൾ സ്റ്റീൽ ചെയ്യാം, എങ്ങനെ ഈ ഗോൾ അതായത് ഇന്റർസെപ്റ്റ് ചെയ്യാം, അതായത് ഞാനിപ്പോൾ അവനെ അടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൈസർ ഇമ്പാക്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ എനിക്കിത് ഗോളാക്കാം, ഇനി അല്ല റീബൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ച് ഗോൾ അടിക്കാം. അങ്ങനെ എല്ലാം ഇസാഗി ഗസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പക്ഷെ ഇതിനെല്ലാം ഒരു കാര്യം മനസ്സിലാവണം, അവൻ റൈറ്റിലോട്ട് അടിക്കുമോ ലെഫ്റ്റിലോട്ട് അടിക്കുമെന്ന്. റൈറ്റിലോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവൻ കർവ് ചെയ്തിട്ട് അടിക്കുള്ളൂ. പക്ഷെ ലെഫ്റ്റിലോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള അടിയായിരിക്കും എന്നുള്ളത് ഇസാഗി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ഇതൊരു ഗാംബ്ലിംഗ് പോലെ ഇസാഗിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കൈസർ കിക്കിന് റെഡി ആയെന്ന് നോക്കുമ്പോൾ ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഗോൾ എങ്ങനെയൊക്കെ അടിക്കാൻ നോക്കിയാലും ഇനിയിപ്പോൾ ഇത് ഗോളായാലും ഞാൻ നോവനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം സ്വന്തം ടീമിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാളെ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ഇത് ആലോചിച്ചതിന് ശേഷം കൈസർ ഇമ്പാക്ട് ചെയ്തിട്ട് ഒറ്റ അടി അടിക്കുന്നുണ്ട് ലെഫ്റ്റിലൂടെ. ഈ ലെഫ്റ്റിലൂടെയുള്ള അടി കണ്ടിട്ട് ഇസാഗി നേരെ ആ പന്ത് എടുക്കാൻ വേണ്ടി ലെഫ്റ്റിലൂടെ ഓടുന്നുണ്ട്. അങ്ങനെ പന്ത് കവ് ചെയ്ത് ലെഫ്റ്റിലൂടെ പോകുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഗോളി അതിനെ വിചാരിച്ചിട്ട് ഗോളി അതെടുക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ഈ പന്തിന്റെ കർവേച്ചർ ഇത്രയും അധികമായിരുന്നു. ആ പന്ത് വീണ്ടും കവ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഈ കാൽക്കുലേഷൻ കണ്ടിട്ട് വീണ്ടും ഇസാഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ ഇസാഗി അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് ഓടാൻ നിൽക്കുന്നു. അതായത് ഇസാഗിക്ക് ഏകദേശം മനസ്സിലായി പന്ത് എവിടെ പോയി വീഴുന്നു. അങ്ങനെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടുന്നു ഇസാഗി. അങ്ങനെ ഇസാഗി അങ്ങോട്ട് ഓടുന്ന സമയത്ത് ഈ പന്ത് എങ്ങോട്ടാ ഓൾറെഡി പോകുന്ന അറിയുന്നത് പോലെ ലോക്കി അങ്ങോട്ട് ഓടുന്നു. ആ ലോക്കിയുടെ സ്പീഡ് കാരണം ഇസാഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലോക്കി ഗോൾ എവിടുക്കാ പോകണമെന്ന് അറിയാവുന്നത് പോലെ ലോക്കി അങ്ങോട്ട് ഓടുന്നു. ലോക്കി അങ്ങോട്ട് ഓടിയിട്ട് നേരെ ആ പന്ത് ചാടി ഡിഫെൻഡ് ചെയ്ത് എറിയുന്നു. അങ്ങനെ ഈ ഡിഫൻസ് കണ്ടിട്ട് ഇസാഗി വീണ്ടും ഇരുട്ടിലോട്ട്. കാരണം ഇതുപോലൊരു ഡിഫൻസ് അവൻ്റെ ജീവിതത്തിൽ ആ വീണ്ടും കണ്ടിട്ടില്ല. ഈ ലോക്കി അവനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ലോക്കിയുടെ ഓരോ മൂമെന്റ്സും അവനെ വീണ്ടും സർപ്രൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ഇതിനു ശേഷം ലോക്കി പറയുന്നുണ്ട് കൈസർ ഇമ്പാക്ട് ഇറ്റ് ഈസ് വെരി സ്ലോ. നിങ്ങൾ നോക്കിക്കോ, ഫ്യൂച്ചർ മാങ്കാസിൽ ഏറ്റവും ബാഡസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ലോക്കി, എനിക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ഈ ചെറുക്കാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഡിഫ്ലക്ഷന് ശേഷം PXCയുടെ കൗണ്ടർ കാണിക്കുന്നുണ്ട്. സെനിറ്റ്സ് പന്തെടുത്ത് നേരെ പാസ് ചെയ്യുന്നു, ഷിഡോക്ക് പാസ് ചെയ്യുന്നു. ഷിഡോ അത് ചാൾസിനോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ PXCയുടെ പ്ലേയേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇസാഗി ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ ജീനിയസ് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ എന്താ, അവരൊക്കെ എങ്ങനെയാ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഏതെല്ലാം പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കുന്നു അവരെല്ലാം ജീനിയസ് അല്ല. ലോക്കിയെ കണ്ടതിന് ശേഷം ഇസാഗിയുടെ പേഴ്സ്പെക്റ്റീവ് ആകെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റിൻ, നോവ, ലോക്കി ഇവരെല്ലാം ജീനിയസാ. പക്ഷെ ഞാൻ ഏത് കാറ്റഗറിയിലുള്ള പ്ലെയറാന്നുള്ളത് ഇസാഗി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ളവരാരോ ആലോചിക്കുന്ന അവൻ്റെ കാര്യം അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കുന്ന ഇസാഗി നോവയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. അപ്പം നോവ പറയുന്നുണ്ട്, വേറൊരു മറുപടി പറയുന്നുണ്ട്. എൻ്റെ അടുത്തൊരു ജയിക്കാനുള്ള തിയറി ആയിട്ട് വാ, എന്നെ ജയിക്കാനുള്ള ഒരു തിയറി ആയിട്ട് വാ, അപ്പം ഞാൻ നിന്നെ ഏറ്റെടുക്കുക, അപ്പം ഞാൻ നിന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതുകൂടി കേട്ടപ്പോൾ തന്നെ ഇസാഗി ആകെ ഇല്ലാണ്ടായിപ്പോയി. ഞാനൊന്നുമല്ല, ഞാനൊരു ജീനിയസ് അല്ല, ഞാൻ എന്താ അവൻ്റെ മൈൻഡിൽ തന്നെ അവട്ട് പോലും ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് ജീനിയസ് എന്നുള്ള കാര്യം എന്തെന്ന് മനസ്സിലാകുന്നത്. അതായത് ജീനിയസ് എന്ന് വെച്ച് വേറെ ഒന്നുമില്ല, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി അതായത് ജനിച്ചപ്പോൾ തൊട്ടുള്ള കഴിവിൽ അഡാപ്റ്റ് ചെയ്ത് വന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരു ടാലന്റ് ലേണറാണ്. ഞാനിങ്ങനെ ബാക്കിയുള്ളവരത് കണ്ട് ഞാൻ പഠിച്ച് വരികയാണ്. അതുകൊണ്ട് ഞാനൊരു ടാലന്റ് ലേണറാന്നുള്ള കാര്യം ഇസാഗി അപ്പം റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, ജീനിയസ്, ടാലന്റ് ലേണർ, അത് ഓർത്ത് വെച്ചോളൂ. ആൻഡ് കൗണ്ടർ കൊണ്ടുവരുന്ന പന്ത് നേരെ തന്നെ ചാൾസ് നേരെ അവിടുന്ന് പാസ് കൊടുക്കുന്നു. അങ്ങനെ പാസ് കൊടുത്ത പന്ത് നേരെ തന്നെ റിന്റെ കാലോട്ട് പോകുന്നത്. അങ്ങനെ റിന്റെ കാലോട്ട് പന്ത് പോകുമ്പോൾ വീണ്ടും ഇഗരാശി വന്നിട്ട് റിന്റെ അടുത്ത് ടാക്കിൾ ചെയ്യാൻ നോക്കുന്നത്. ഇഗരാശിയെ ഫീൽഡിലോട്ട് കൊണ്ടുവന്നുള്ള ഒറ്റ കാരണം ഇതാ. കാരണം നേരത്തെ ഷിഡോനെ തടുക്കാൻ കുനിഗാമി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുനിഗാമിനെ വിളിച്ചിട്ട് ഇപ്പോൾ റിന്നിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇഗരാശിനെ ഇറക്കിയുള്ളത്. ഇതിനുശേഷം ഇസാഗിയെ നമുക്ക് കാണിക്കുന്നുണ്ട്. ചെറുക്കൻ ആകെ തകർന്നു പോയി നിൽക്കുക. കാരണം ഇത്രയും നാൾ അവൻ കളിച്ച് വളർന്നത്, അവൻ ഐഡലായിട്ട് കണ്ടിരുന്ന ആള് എല്ലാം അവനെ ഒറ്റപ്പെടുത്തി. ആൻഡ് ഒന്നും അവനില്ലാത്ത പോലെ അവൻ ആകെ തകർന്നു പോയി നിൽക്കുകയാണ്. ആൻഡ് വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആകണം എന്നുണ്ടെങ്കിൽ അവന് ഇവന്മാരെല്ലാം അതായത് തോൽപ്പിക്കണം. അതായത് നിയോ, ഷിഡോ, റിൻ ഇവരെല്ലാം അവന് തോൽപ്പിക്കണം. ആൻഡ് ഇവരെല്ലാം അത്യാവശ്യം കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷെ ഇവൻ്റെ അത്ര ഒന്നും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവൻ ആലോചിക്കുന്നുണ്ട്. ജീനിയസ് ആയിട്ടുള്ള ഇത്രയും പ്ലേയേഴ്സ് കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ടാലന്റ് ലേണർ ആയിട്ടുള്ള ഞാൻ എങ്ങനെയാ വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആവുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഇസാഗി ആകെ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നുണ്ട്. ആൻഡ് ഇസാഗിക്ക് ആലോചിക്കാനും പോലും പറ്റുന്നില്ല അവൻ എങ്ങനെയാ വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആവും, അവൻ എങ്ങനെയാ വിജയിക്കുക എന്നുള്ള കാര്യം. കാരണം ലോക്കി, നോവ, റിൻ ഇവരൊക്കെ ഉള്ളപ്പോഴേ ഞാൻ എങ്ങനെയാ ഇനി ആവുന്നുള്ള കാര്യം അവൻ ആലോചിക്കാനും പോലും പറ്റുന്നില്ല. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഈഗോനെ കാണിക്കുന്നുണ്ട്. ഈഗോ തന്നെയായിരുന്നു കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇസാഗി ഒരു ടാലന്റ് ലേണറാ എന്നുള്ള കാര്യം അവൻ തിരിച്ചറിയണം. അത് നീ എങ്ങനെയാലും തിരിച്ചറിയണം എന്നുള്ള കാര്യം. നീ ഒരു ജീനിയസ് അല്ല, നീ വെറൊരു ടാലന്റ് ലേണറാണ്. വെറൊരു ടാലന്റ് ലേണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വേൾഡിലെ നമ്പർ 1 ആകാം. പക്ഷെ അതിന് ഇതല്ല വഴി, അതിന് വേറെ വഴികളുണ്ടെന്ന് ഈഗോ അവിടെ നിന്ന് പറയുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ഈഗോ ജീനിയസിന്റെ ഫോർമുല പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവല്യൂഷനും പറയുന്നുണ്ട്. ഒരു ചാപ്റ്റർ മൊത്തം പറയുന്നുണ്ട്. ഞാൻ കുറച്ച് ചെറുതായിട്ട് പറയാം. ഫസ്റ്റ് എവല്യൂഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുള്ള 2 ഗുണങ്ങൾ അത് നിന്റെ അടുത്തോട്ട് വരും. പക്ഷെ അവർ രണ്ടുപേർത്തും ഇല്ലാത്തൊരു ഗുണം അത് നിന്റെ അടുത്ത് വരും. ആ ഗുണമായിരിക്കും നിന്നെ ചിലപ്പം വേറിട്ട് നിർത്തുന്നത് ആൾക്കാരുടെ അടുത്ത് നിന്ന്. ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, സ്പീഡ് ആവാം, സെൻസിറ്റിവിറ്റി ആവാം, നല്ലതായിരിക്കണമെന്നില്ല, ചീത്തതും ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ആ ഒരു കരട് നിന്നെ മാറ്റി നിർത്തും. ആൻഡ് ഈ ഒരു കരട് ഇവോൾവ് ആയി അതായത് പുതിയൊരു ജനറേഷനെ തന്നെ ഉണ്ടാക്കാം. കാരണം ഇപ്പം നിന്റെ അടുത്തൊരു
ടാലന്റ് ഉണ്ട്, അത് നിനക്ക് വരാൻ വന്ന ഒരു അത് അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യാം, അങ്ങനെ ആ ജനറേഷനിൽ നിന്ന് അത് വേറൊരാളിലോട്ട് പാസ് ചെയ്യാം, അങ്ങനെ ഇത് പാസ്സായി പുതിയൊരു ജനറ്റിക്സ് തന്നെ അവിടെ രൂപപ്പെടാം. അങ്ങനെ പുതിയൊരു ജനറ്റിക്സ്, അങ്ങനെ ഇവോൾവേഷന്റെ കാര്യങ്ങൾ ഇസാക്കി പറയുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം യുണീക്നെസിന്റെ കാര്യം പറയുന്നുണ്ട്. ആരടുത്താണോ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കഴിവ്, അതായത് അവൻ ജനിച്ചപ്പോൾ കിട്ടിയത്, അതിലവൻ വർക്ക് ചെയ്ത് അതിലവൻ, അത് നല്ല കാരണം അവിടെ നിന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് യുണീക്നെസ് ചീത്തതും ആകാം. അങ്ങനെ ഇപ്പോൾ യുണീക്നെസ് കിട്ടുന്ന ആൾ അത് വർക്ക് ചെയ്ത് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുവന്ന് അവൻ ലോകത്തോട് കാണിക്കുന്നു, അവൻ ഇത്രയും നല്ലതാണ്, അവൻ ഇത്രയും അടിപൊളിയാണ്, അവൻ്റെ ഒരു ഇത്ര യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവനെയാണ് നമ്മൾ ജീനിയസസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ബ്ലൂ ലോക്ക് വേൾഡിന്റെ കാര്യമാണ് ഒക്കെ പറയുന്നത്. നമ്മുടെ നാടായിട്ട് ഇപ്പോൾ എത്രത്തോളം മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതെല്ലാം ഈഗോ പറയുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ടാലന്റ് ലേണറിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നിന്റെ കഴിവ് തിരിച്ചറിയാൻ നിനക്ക് എപ്പോഴും ഒരാളുണ്ടാവും. അതായത് ഇപ്പോൾ മെസ്സി കാണുന്നുണ്ടെങ്കിൽ അവന്റെ കോച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും നിന്റെ കഴിവ് തിരിച്ചറിയാനുള്ള ആളുകളുണ്ടാവും. അവരാണ് ടാലന്റ് ലേണേഴ്സ്, ടാലന്റ് തിരിച്ചറിയുന്ന ആൾക്കാർ. ആ തിരിച്ചറിയുന്ന ആള് നന്നായിട്ട് കളിക്കാനും കൂടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള കാര്യം ഈഗോ ചിമ്പാൻസി പറയുന്നുണ്ട്. ഈ കഴിവ് ജീനിയസിന് ഉണ്ടാവില്ല, കാരണം അവർ ജനിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഗിഫ്റ്റഡ് ആയിരിക്കും. പക്ഷെ ടാലന്റ് ലേണേഴ്സ് അങ്ങനെ ആയിരിക്കില്ല, അവര് ഇവോൾവ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ഇസാക്കി വീണ്ടും കളിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. എപ്പോൾ പന്തെടുത്താൽ ലോക്കി വന്ന് അടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇസാക്കി നമുക്ക് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു, ഗോഡ് ഈസ് സോ അൺഫെയർ എന്ന് പറഞ്ഞിട്ട്. വേറെ ആരുമല്ല, കൈസർ. ഇത് കൈസറായിരുന്നു എല്ലാവരും ഇങ്ങോട്ടിരുന്നത്. കാരണം ഈ ജീനിയസ് എത്ര സെൽഫിഷ് ആണ്, അവരെങ്ങനെയൊക്കെ കളിക്കുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് കൈസർ അവിടെ കിടന്ന് എല്ലാവരും ഇങ്ങോട്ടിരുന്നത്. ആൻഡ് ഇസാക്കിക്ക് മനസ്സിലായി ഇസാക്കി ഒരു ടാലന്റ് ലേണറാന്നുള്ള കാര്യം. പക്ഷെ കൈസർ ഒരു ടാലന്റ് ലേണർ അല്ലേ? അവനും എന്നെ പോലെ തന്നെ അങ്ങനെ കളിക്കുന്നത്. അവനൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ലല്ലോ, അവൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നതല്ലേ. അപ്പൊ അവനൊരു ടാലന്റ് ലേണർ അല്ലേ? അവൻ വേൾഡ് 11 കളിക്കുന്നത്. കൈസർ അതായത് വേൾഡ് 11 സ്ട്രൈക്കർ അല്ലേ? ഇറ്റോസി ഷേ ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു, പക്ഷെ കൈസർ ഒരു സ്ട്രൈക്കർ അല്ലേ വേൾഡ് 11. അപ്പൊ ടാലന്റ് ലേണറിനും വേൾഡിലെ നമ്പർ 1 ആകാം. അതായത് വേൾഡ് നമ്പർ 1 അല്ലെങ്കിൽ പോലും ആ ഒരു ഏരിയയിലോട്ടെങ്കിലും എത്താന്നുള്ള കാര്യം ഇസാക്കിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇപ്പൊ ഇസാക്കിക്ക് കാര്യം മനസ്സിലാവുന്നത്, ജീനിയസ് മാത്രമല്ല നന്നായിട്ട് കളിക്കുന്നവർ, ടാലന്റ് ലേണേഴ്സും നന്നായിട്ട് കളിക്കുന്നവരാണ്. 2 പേരുണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ടാലി ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ടാലന്റ് ലേണറിനും വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആവാന്നുള്ള കാര്യം ഇസായിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് മാച്ച് വീണ്ടും കാണിക്കുന്നുണ്ട്. നോവയും ലോക്കിയും കൂടി പ്രസ് ചെയ്ത് കളിക്കുന്നുണ്ട് പന്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് ശേഷം ജീനിയസ് ആവാന്നുള്ള ആഗ്രഹമെല്ലാം വിട്ടിട്ട് ഗോൾ അടിക്കണം, ജയിക്കണം എന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിൽ നിൽക്കുന്ന നമുക്ക് ഇസാക്കി നമുക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് ജയിക്കണം എന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഇസാക്കി നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ലോക്കി റിന്നിന് പാസ് കൊടുക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇഗ്രാശിക്ക് തടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഒരു കാര്യം തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ റിന്ന് പന്തെടുത്ത് മുന്നോട്ട് പോകുന്നു. ആൻഡ് പന്തെടുത്ത് റിന്ന് ഗോൾ അടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. ഏകദേശം ഗോൾ അടിക്കേണ്ട ഏരിയയിലോട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവിടെ വന്ന് തടുക്കാൻ വേണ്ടി ഇസാഗി അങ്ങോട്ട് വരുന്നത്. ആൻഡ് ഇസാഗി വന്നതിന് ശേഷം നമുക്ക് ടൈമർ കാണിക്കുന്നു 10 സെക്കൻഡ്സ് ബാക്കി. മാച്ച് തീരാനുള്ള 10 സെക്കൻഡ്സ് അല്ല, അതായത് സ്ട്രൈക്കേഴ്സ് ഇല്ല, അതായത് മാസ്റ്റേഴ്സ് ഇല്ലേ, മാസ്റ്റേഴ്സ് 3 മിനിറ്റേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് 10 സെക്കൻഡ്സും കൂടെ കളിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ പാനൽ കാണിക്കുന്നുണ്ട് റിന്നും സാക്കിയും കൂടില്ല, എന്ത് കിട്ടില്ല പാനലല്ലേ. ഓക്കെ, അതിനുശേഷം നമുക്ക് അനിമേഷനും കൂടി ഇവർ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈക്യൂനൊക്കെ അനിമേഷനിൽ എന്നോ ബ്ലൂ ലോക്കിനെ തോൽപ്പിക്കായിരുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ പറയാം എന്തായാലും. അതിനുശേഷം റിൻ്റെ അടുത്ത് എങ്ങനെയും പന്തെടുക്കാൻ വേണ്ടി ഇസാക്കി ടാക്കിൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇസാക്കിയുടെ റൈറ്റിലേക്ക് വെച്ചിട്ട് ഇസാക്കി ഈസി ആയിട്ട് റിൻ്റെ കയ്യിൽ നിന്ന് പന്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. കാരണം ചെറുക്കൻ ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് കളിക്കുന്നത് ഇസാക്കി. ഓക്കെ, ഇത് കണ്ടിട്ട് റിൻ ആകെ അന്താളിച്ച് പോകുന്നുണ്ട്. പക്ഷെ വീണ്ടും അവിടെ നിന്ന് പോയിട്ട് റിന്ന് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഷോട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ റിന്നിന് ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് പന്ത് ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൈസർ വരുന്നത്. അങ്ങനെ പന്ത് എടുക്കാൻ വേണ്ടി കൈസർ വരുന്നത്, പക്ഷെ എങ്ങനെയൊക്കെയോ ഡിഫ്ലക്ട് ചെയ്തിട്ട് അത് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ വന്ന് അവിടെ പന്ത് കടന്നിട്ട്, അതായത് ഭയങ്കരമായിട്ട് സ്പിൻ ചെയ്യുന്നു. ഗഗമാരും എങ്ങനെയൊക്കെയോ വന്ന് പന്ത് ഹാൻഡിൽ ചെയ്യുന്നു, ഗോളിൽ നിന്ന് സേവ് ചെയ്യുന്നു. അത് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാസ്റ്റർ മോഷൻ ഒരു ഗോളിൽ നിന്ന് രക്ഷപ്പെട്ടു, തലനാഴി വരക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ ഇത് കണ്ടിട്ട് അതായത് ഗഗമാരുവിനെ എല്ലാവരും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം വീണ്ടും ഹിയോരി വന്നിട്ട് ഇസാക്കിയോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ആദ്യം തടുത്തേ, പിന്നെ എങ്ങനെയാ നിന്റെ അടുത്ത് വീണ്ടും എടുത്തിട്ട് അവൻ ഗോൾ അടിച്ച്. അപ്പോൾ ഇസാക്കി പറയുന്നുണ്ട്, ഞാൻ തടുത്താരോ അവൻ എൻ്റെ അടുത്ത് എടുക്കുന്നു, അവൻ അടിക്കുന്നു, അവിടെ കൈസർ വരുന്നു, എല്ലാം എനിക്കറിയാം ഇപ്പോൾ. ആൻഡ് ഇതിന് ശേഷം ഇസാക്കി ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ ഞാൻ ഫുട്ബോൾ മാങ്കയാണോ വായിക്കുന്നത് അതോ ഒരു ആക്ഷൻ മാങ്കയാണോ വായിക്കുന്നത് തോന്നുന്നത്. ഐ വിൽ സെൽ മൈ സോൾ ടു അച്ചീവ് വിക്ടറി. ഇങ്ങനെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡൊക്കെ പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് റിന്നിനെ കാണിക്കുന്നുണ്ട്. റിന്നി സാഗിയോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഒരു ചെറിയ ഷോട്ട് തടുത്തതിനാണോ നീ ഇത്ര ആയിട്ട് ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസാക്കി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ചെറിയ ഷോട്ടോ? നിനക്കത് ചെറിയ ഷോട്ടാണോ? നിനക്കറിയില്ലേ ഈ ഷോട്ട് കാണാൻ വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കുക. ഈ ഷോട്ട് ഗോളായി കഴിഞ്ഞാൽ നീ ഹീറോയാ. ആ ഷോട്ട് തടുത്ത ഞാനാരാ? നിനക്കൊന്നും അറിയില്ലേ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഷോട്ട് തടുത്തതിന് ഇത്രയും സന്തോഷം വേറൊരു കളിയൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയല്ല ഇസാക്കി ഭയങ്കരമായിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് പറയുന്ന നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് കേട്ട് റിൻ ആകെ ഇരുട്ടില്.
ആൻഡ് ഇതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യം ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തുന്ന കാര്യമാണ്. ടൈം കഴിഞ്ഞത് കാരണം ലോക്കി തിരിച്ചു പോവാണ്. അങ്ങനെ ലോക്കി പറയുന്നുണ്ട്, റിന്ന് നീ എന്തെങ്ങനെ കാണിക്കുന്നത്, എനിക്ക് എത്ര പാസ് ചെയ്ത് തന്നതാ, നീ ഒരു ഗോള് പോലും അടിച്ചില്ലല്ലോ, എന്റെ എത്ര പാസ്സാ വേസ്റ്റ് ആയ. അങ്ങനെ പാസ്റ്റർ മുഷനെ താഴ്ത്തി കെട്ടിയിട്ട് ഈ ലോക്കി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇസാക്കി അവിടെ വന്നിട്ടൊരു കാര്യം പറയും. അത് ഞാനൊരു പാനിൽ വെക്കാം ആദ്യം. Just admit it. You lost. You're just an arrogant guy who happened to be born with fast legs. That's enough, Isagi Yoichi. This is being broadcasted worldwide. Your play was definitely beyond what we had imagined in terms of design. Shut up, shitty master. You tried to use me as a stepping stone to awaken Kaiser. I'm done trusting you. I'll do it. I'll create a theory that surpasses you. Stay the best in the world and wait for me, Noah. The next World Cup will be mine. ഇനി ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ലോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോക്കി പറയും, അതായത് ഇനിയും ജപ്പാൻ നല്ലൊരു സോക്കർ, അതായത് നല്ലൊരു ടീമും നല്ലൊരു പ്ലെയറൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 1000 വർഷങ്ങൾ കഴിയണം എന്ന് പറയും. അപ്പോൾ ഇസാക്കി ഒന്ന് പറയും, നിർത്തടാ, തോറ്റത് നീയാണ്, നീയും റിന്നും കൂടി ഇത്ര നേരം ഉണ്ടാക്കി ആ ഗോൾ അടിക്കാൻ പോയില്ലേ, അതൊക്കെ ഞാനൊക്കെ സിമ്പിളായിട്ടാടാ വന്നെടുത്തേ, നിർത്തടാ, നീ തോറ്റത് നീയാണെന്ന് പറയുന്നുണ്ട്. നിന്റെ കാലം എത്ര സ്പീഡ് ഉണ്ടെങ്കിലോ, നീ എത്ര വലിയ ജീനിയസ് ആണെന്നുണ്ടെങ്കിലോ, നീ എൻ്റെ അടുത്ത് തോറ്റു, അത് അങ്ങോട്ട് സമ്മതിച്ച് തന്നേക്ക് ലോക്കി. ഇനി ഇതൊക്കെ ലോക്കിയോട് പറയുമ്പോൾ ലോക്കി ആകെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് അടുത്ത പാനലിൽ എന്തായാലും ലോക്കി അവനെ കയറി അടിക്കും, സാഗിനെ കയറി അടിക്കും. അതിനുശേഷം നമുക്ക് നോവനെ കാണിക്കുന്നുണ്ട്. നോവ പറയുന്നുണ്ട്, ഈ കളി എല്ലാ ലോകത്തിലും മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, ബ്രോഡ്കാസ്റ്റ് കൊണ്ടിരിക്കുക, നീ നിർത്ത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഗി നേരെ നോവയുടെ അടുത്തോട്ട് തിരിയുന്നുണ്ട്. നീ നിർത്തടാ, നീ എന്നെ യൂസ് ചെയ്തിട്ട് കൈസറിനെ അവേക്കൻ ചെയ്യാൻ നോക്കിയതല്ലേ, നീ എന്നെ യൂസ് ചെയ്യാറുന്നില്ലേ, നീ എന്താ ചോദിച്ചേ, നിന്നെ തോൽപ്പിക്കാനുള്ള തിയറിയോ, ഞാൻ അതുമായിട്ട് വരാം, നീ മേളിൽ തന്നെ നിൽക്ക്, നീ എനിക്ക് വേണ്ടി ടോപ്പിൽ തന്നെ നീ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വന്നിട്ട് ഞാൻ നിന്നെ തോൽപ്പിക്കാം, അടുത്ത വേൾഡ് കപ്പ് എൻ്റെ തടാ. ഇതുകൂടി ഇസാഗി നോവയെ നോക്കി പറയുന്നുണ്ട്. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസും സ്വന്തം ടീമിലുള്ള പ്ലെയേഴ്സും എല്ലാവരും ആകെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ഇതിന് ശേഷം വേറൊരു അടിപൊളി കാര്യം കൂടി നടക്കാൻ പോകുന്നു. ഇസാഗി നേരെ കൈസറിൻ്റെ അടുത്തോട്ട് പോകുന്നു, നമുക്ക് ടീം അപ്പ് ആവാന്ന് ചോദിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം ഇസാഗിയുടെയും കൈസറിന്റെയും കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. കൈസർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് വെയ്യേ, നിന്റെ മൈൻഡ് എന്താ ലോസ്റ്റ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസാഗി കൈസറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ജീനിയസിനെ തോൽപ്പിക്കാൻ, ജീനിയസിനെ പോട്ടെ റിന്നെ തോൽപ്പിക്കാൻ നിനക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൈസർ തിരിച്ചു കൈസർ ചോദിക്കുന്നത്, ഇതാണോ നിന്റെ ആവശ്യം? അപ്പോൾ ഇസാഗി പറയുന്നുണ്ട്, അതെ, ബാക്കി എത്ര നിമിഷമാണോ ബാക്കിയുള്ളത് ആ നിമിഷം നമുക്ക് ഒരുമിച്ച് കളിക്കാം, ആൻഡ് ഒരുമിച്ച് കളിച്ചിട്ട് ഇവരെ നമുക്ക് ബീറ്റ് ചെയ്യാം, ആൻഡ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമുക്ക് എടുക്കാം, ആൻഡ് ഇവരെ നമുക്ക് ബീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇസാഗി. കുറച്ചു നേരം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാം, നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ആവശ്യം ഈ കളി ജയിക്കുക എന്നുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറയുന്നത്. അപ്പോൾ കൈസർ ചോദിക്കുന്നുണ്ട്, ആര് ഗോൾ അടിക്കും, നീ ഗോൾ അടിക്കും ഞാൻ ഗോൾ അടിക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസാഗി പറയുന്നുണ്ട്, ആരെടുത്താണോ ഏറ്റവും ഫേവറായിട്ട് കളി നിൽക്കുന്നത്, ആർക്കാണോ ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് അയാൾ ഗോൾ അടിക്കും. കാര്യം എന്ന് വെച്ചാൽ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇതെല്ലാം കേട്ട് കൈസർ ഓക്കെ പറയുന്നു, ഞാൻ നിന്നിപ്പം ടീമപ്പ് ആവാം, നമുക്ക് കളിക്കാം, ആരെടുത്താണോ ഫേവർ അയാൾ ഗോൾ അടിക്കുന്നിട്ട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ടീമപ്പ് ആവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നടന്നു പോകുന്നൊരു പാനൽ നമുക്ക് കാണിച്ചു തരുന്നു. ആൻഡ് ഇതിന് ശേഷം ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം. ഓൾറെഡി ലോങ് ആയി, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ നിങ്ങൾ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ബൈ.